അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 11ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നമുക്കറിയാം 10ാം ക്ലാസ്സിൻ്റെ രസാന്തരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രസാന്തരമാണ് നമ്മൾ 11ാം ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലും മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ച കുട്ടികളുണ്ടാകും. പക്ഷെ ഇവിടുത്തെ ഒരു ബോധന മാധ്യമം, ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. അപ്പോൾ നമുക്ക് രസാന്തരം, കെമിസ്ട്രി ഇത്രയും കൂടെ ഉയർന്ന തലത്തിലാണ് നമ്മൾ +1 പഠിക്കുന്നത്. ഇവിടെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. 10ൽ നമ്മൾ ആ തലത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അതായത് രസാന്തരത്തിൻ്റെ ചില അടിസ്ഥാന ആശയങ്ങൾ എന്നാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നത് നിങ്ങൾ പഠിച്ചതാണ്, എന്താണ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രവ്യം. എന്താണ് ദ്രവ്യം? ദറ്റ് ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഓക്യുപ്പൈ ഡെഫിനിറ്റ് വോളിയം ഈസ് കോൾഡ് മാറ്റർ. കൃത്യമായ മാസം അതുപോലെ തന്നെ വ്യാപ്തവുമുള്ള ഏതൊരു പദാർത്ഥത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. സോ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. നമുക്കറിയാം മാറ്ററിനെ 3 അവസ്ഥകളിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 അവസ്ഥയും നിങ്ങൾക്കറിയാം. ഇതിന് ശേഷം പല അവസ്ഥകളും നമുക്ക് ഉണ്ട്. പ്ലാസ്മ പോലെയുള്ള, അതായത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് തുടങ്ങിയ മറ്റവസ്ഥകളുമുണ്ട്. പക്ഷേ ഫിസിക്കലി ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് ആർ ദർ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏതിന്? മാറ്ററിന് 3 ഫിസിക്കൽ സ്റ്റേറ്റ്സുകളാണുള്ളത്. ഇനി ഈ മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ഏറ്റവും ബേസിക്കായ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മോളിക്യൂൾസുകളാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആ മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനി ഈ പാർട്ടിക്കിൾസിൻ്റെ, ഈ 3 സ്റ്റേറ്റ്സിലുമുള്ള പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എസ്പെഷ്യലി 8ലും 9ലും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ the energy of the particle is very low, the freedom of particle is very very low, and the distance between the particle is negligibly is 0, because they are very very close, and the movement of particles is they are not moving at all. But in gaseous states, that is the movement of the particles is very high, the energy is very high, the freedom of the molecules is also very high, the distance is very high, as well as the attraction is very less. But in the liquid states you can see that they are in between the solid and liquid. Solid and gaseous state ലാണ് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ കോൺസെപ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, സോളിഡിൽ ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. ലിക്വിഡിലേക്ക് വരുമ്പോൾ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ദേ ഹാവ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ എന്ന് നമുക്ക് കണക്കാൻ സാധിക്കും. പക്ഷേ ഗേസിയസ് സ്റ്റേറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഷേപ്പും അതുപോലെ തന്നെ ഡെഫിനിറ്റ് വോളിയവും എന്ന കോൺസെപ്റ്റ് പോസിബിൾ അല്ല. ഇപ്പോൾ നമ്മൾ 10 ലിറ്റർ വെസലിലുള്ളൊരു ഗ്യാസിനെ നമ്മൾ 1 ലിറ്ററിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആയിരിക്കും. ഇനി 1 ലിറ്റർ ഗ്യാസിന് നമ്മൾ എഗെയിൻ ഒരു 10 ml ഒരു വെസലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് വോളിയം ഓഫ് ദ ഗ്യാസ് വിൽ ബി 10 ml ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടി നമ്മൾ പറയുന്നത് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ഈ 3 സ്റ്റേറ്റിനെയും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന പോലെ സോളിഡ് സ്റ്റേറ്റിന് നമുക്ക് ഐസും, ലിക്വിഡ് സ്റ്റേറ്റിന് നമുക്ക് വാട്ടറും, ഗേഷ്യസ് സ്റ്റേറ്റിന് നമുക്ക് സ്റ്റീം കൊടുക്കുക. അതായത് വാട്ടറിൻ്റെ 3 വിവിധ രൂപങ്ങളാണ്. ദേ ആർ 3 ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോളിഡ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സോളിഡായ ഐസ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ ഐസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഇറ്റ്സ് കൺവേർട്ട് ഇൻ ടു വാട്ടർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്യുന്ന, അതായത് സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് മെൽറ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ഐസ് ഈസ് അബ്സോർബിങ് ദ ഹീറ്റ്. സോ ഇറ്റ് ഈസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, താപശോഷക രാസപ്രവർത്തനമാണ്, എൻഡോതെർമിക് ആണ്.
അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്, എനർജി അതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഏത് സ്റ്റേറ്റിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ. വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ, വി ആർ സപ്ലൈങ് ദ ടെമ്പറേച്ചർ, സോ എൻഡോതെർമിക്, വി ആർ സപ്ലൈങ് ദ ടെമ്പറേച്ചർ, വീണ്ടും നമ്മൾ ചൂടാക്കി 100 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോഴത്തേക്കും അത് ബോയിൽ ചെയ്യുന്നു. സോ അറ്റ് 100 degree Celsius at the boiling point, the liquid water is completely converted into steam, that is a gaseous state. അപ്പോൾ നമ്മളവിടെ എന്ത് കൊടുക്കുന്നു, that is we are giving the heat. But in the reverse process we can see that ഇപ്പോൾ സ്റ്റീമിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ കൂളിംഗ് we can see that they are condensing into liquids. അതിന് നമ്മൾ എന്ത് പറയുന്നു, that is again they are converting into the liquid state or water state. Again the water is again cooling. What happens, we can see that they are converted into ice, that is solidification is happening. So in steam is converted into water and water is again converted into solid ice. In this case the heat energy is giving out, that is an exothermic reaction, we can see that. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, സോളിഡിനെ ഡയറക്റ്റായിട്ട് ഗ്യാസ് ആക്കാൻ പറ്റും. പക്ഷേ ഇതിൽ പറ്റത്തില്ല, കാരണം ഒരു ഐസ് നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആക്കാനാണ് സ്റ്റീമുകളുടെ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് ക്യാംഫറിനെ, അതായത് കർപ്പൂരത്തെ നമുക്ക് നേരിട്ട് എന്താക്കാൻ പറ്റും, ഗ്യാസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡിനെ നേരിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഗ്യാസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ അയഡിനെ ചൂടാക്കിയാൽ നേരിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ദാറ്റ് ഈസ് സോളിഡിൽ നിന്ന് ഗേഷ്യസിലേക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്നാണ് അതിന് പറയുന്നത്. സോ നെക്സ്റ്റ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്റർ ബ്രോഡ്ലി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് all the constituent particles of the substance are same in chemical nature. അതായത് ഇതിലുള്ള പദാർത്ഥങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളതായിരിക്കണം. അതായത് ദേ ആർ ഫോമിങ്, കമ്പൈനിങ് ദി എലമെൻറ്റ്സ് ഇൻ ഡെഫിനറ്റ് പ്രപ്പോർഷൻ. ഒരു ഡെഫിനറ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തായിരിക്കും ഇതിലെ കോമ്പോസിഷൻ. അതിൻ്റെ കോമ്പോസിഷൻ ഒരു ഡെഫിനറ്റ് ആയിരിക്കും, അതിന് മാറ്റമുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഷുഗർ C12H22O11, ആ കോമ്പോസിഷൻ എപ്പോഴും C12H22O11. വാട്ടർ, പ്യുവർ വാട്ടർ എടുക്കുകയാണെങ്കിൽ H2O, അതിൽ ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉമാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, പ്യുവർ കാർബൺ ഡൈ ഓക്സൈഡ് CO2. അപ്പോൾ അതിന് ഡെഫിനിറ്റ് ഒരു കോമ്പോസിഷൻ ആയിരിക്കും പ്യുവർ സബ്സ്റ്റൻസിന്. ആ ഒരു ടൈപ്പ് സബ്സ്റ്റൻസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിനെ we can again classified into elements and compounds. എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും നമുക്ക് അതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കും. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇറ്റ് മേ ബി എലമെൻറ്റ്സ് മോണോറ്റോമിക് സ്റ്റേറ്റും ഉണ്ട്, ഡയറ്റോമിക് സ്റ്റേറ്റ് ഉണ്ട്, അതിലൊന്നിൽ കൂടുതൽ പോളിയറ്റോമിക് സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ മോണോറ്റോമിക് സ്റ്റേറ്റിൽ വരുന്ന എലമെൻറ്റ്സ് നോർമലി ആറ്റംസ് ഓഫ് ദി മെറ്റൽ ആയിരിക്കും. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, അയൺ, ഇതിലൊക്കെ ഒരാറ്റം ഉണ്ടാവുന്നു ആ എലമെൻറ്റ്സിൻ്റെ. നേരെ മറിച്ച് ഡയറ്റോമിക് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റ് നോർമലി ഡയറ്റോമിക് സ്റ്റേറ്റ് ആയിരിക്കും. ഹൈഡ്രജൻ H2, ഓക്സിജൻ O2, അതുപോലെ തന്നെ ഫ്ലൂറിൻ F2. ഇനി പോളിയറ്റോമിക് സ്റ്റേറ്റിലുള്ളതാണ് ഇപ്പോൾ ഓസോൺ O3, അതുപോലെ തന്നെ ഫോസ്ഫറസ് P4, സൾഫർ S8. ഇതൊക്കെ പോളി അറ്റോമിക് സ്റ്റേറ്റിലാണ്. രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിന് പോളിയറ്റോമിക് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസിൽ രണ്ടാമത് വരുന്നതാണ് കോമ്പൗണ്ടുകൾ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് ദി ആറ്റംസ് ഓഫ് ദി എലമെൻറ്റ് ഇൻ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ, ഇതെല്ലാം നമുക്ക് കോമ്പൗണ്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മാറ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മിക്സ്ചർ എന്ന് പറഞ്ഞു. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ പ്യുവർ സബ്സ്റ്റൻസ് അടങ്ങിയ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, മിക്സ്ചർ. മിക്സ്ചർ കണ്ടെയ്ൻസ് 2 or more പ്യുവർ സബ്സ്റ്റൻസസ് ഇൻ എനി കോമ്പോസിഷൻ. ഏതൊരു കോമ്പോസിഷനിലും അതിന് അറ്റൈൻ ചെയ്യുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ദെൻ ദ മിക്സ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types. അതായത് ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞെങ്കിൽ, അതായത് ത്രൂ ഔട്ട് ഒരേ കോമ്പോസിഷൻ, എ യൂണിഫോം കോമ്പോസിഷൻ ഓഫ് ദ മാറ്റർ ഈസ് മിക്സ്ചർ ഈസ് മെയിൻറ്റെയിനിങ്, ഇറ്റ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ടർ എന്നൊരു പ്യുവർ സബ്സ്റ്റൻസും സോൾട്ട് എന്നൊരു പ്യുവർ സബ്സ്റ്റൻസും എടുത്ത് മിക്സ് ചെയ്യുന്നിരിക്കുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദ സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ കിട്ടുന്നു. പക്ഷേ ഇതിൽ അതിൻ്റെ ഹോമോജീനിയസ് ഒരേ തലമായിരിക്കാൻ ഉണ്ടാവുക. അതുപോലെ പഞ്ചസാര വെള്ളത്തിലിട്ടാലും
നമുക്ക് അതിൻ്റെ ഹോമോജീനിയസ് നേച്ചർ കാണാൻ പറ്റും. ബട്ട് ഹെട്രോജീനിയസ് മിക്സ്ചർ ദ കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ഓർ ത്രൂ ഔട്ട് ദ സെയിം കോമ്പോസിഷൻ ഈസ് നോട്ട് മെയിൻറ്റെയിനിങ്. കോമ്പോസിഷന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്രോളും അതുപോലെ തന്നെ വാട്ടറും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കോമ്പോസിഷൻ സെയിം ആയിരിക്കില്ല. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വന്ന മിക്സറുകൾ, അതിൽ കരിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ നട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങൾ, പലതരത്തിലുള്ള ചില്ലീസ്, പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ, അതെല്ലാം ഒരു മിക്സ്ചറാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഡി വാട്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുകയാണെങ്കിൽ ദേ ആർ നോൺ ആസ് ഹൈഡ്രോജൻ. നെക്സ്റ്റ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രധാനമായിട്ടും മാറ്ററിന് 2 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, 2 കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭൗതിക സ്വഭാവങ്ങളാണ്. അതായത് അതിൻ്റെ നിറം, ദ്രവണാങ്കം, തിളനില, സാന്ദ്രത, അതായത് കളറ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി തുടങ്ങിയവയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ രാസ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ റിയാക്ടിവിറ്റി, അതിൻ്റെ കമ്പസ്റ്റബിലിറ്റി തുടങ്ങിയവയെ സ്വാധീനിക്കുന്നവയാണ്, തുടങ്ങിയ സ്വഭാവങ്ങളെയാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ 2 സ്വഭാവങ്ങളാണ് മാറ്ററിന് പൊതുവായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഇത് ഈ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയ യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന പേരാണ് SI യൂണിറ്റ്. പ്രധാനമായിട്ടും നമുക്ക് 7 SI യൂണിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 7 SI യൂണിറ്റുകളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ലെങ്ത്ത്, അതിൻ്റെ സിമ്പൽ L ആണ്. അതിനെ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, M ആണ്. മാസ് M ആണ്, അത് അതിൻ്റെ സിമ്പൽ M ആണ്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ടൈം ആണ് 3ാമത്തെ SI യൂണിറ്റ്. 4ാമത്തെ SI യൂണിറ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് കറൻറ്റ്, അത് ആംബിയർ ആണ് അതിൻ്റെ യൂണിറ്റ്. 5ാമത്തെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. 6ാമത്തെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കെമിസ്ട്രിയിൽ പറയുമ്പോൾ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്ന മോൾ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത, അതിന് കാൻറ്റേല എന്ന യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനമായി 7 SI യൂണിറ്റ്, സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ യൂണിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. നെക്സ്റ്റ്, സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇത് നിങ്ങൾ കേൾക്കാത്ത ഒരു വാക്കാണ്. എന്താണ് സയൻറ്റിഫിക് നൊട്ടേഷൻ? നമുക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 എന്ന പേരിൽ നിങ്ങളത് എഴുതി പഠിച്ചിട്ടുണ്ട്. അതൊരു സയൻറ്റിഫിക് നൊട്ടേഷനാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് വളരെ വളരെ ചെറുതാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതുമ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന ഒരു പുതിയ രീതിയാണ്, ശാസ്ത്രീയ സമീപനമാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ N × 10⁻n. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 1നും 10നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അത് ഡെസിമൽ നമ്പർ ആവാം, പക്ഷേ ഇൻ ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് 1 and 10 ആയിരിക്കണം ആ നമ്പർ. അത് ഒരു ഡെസിമൽ നമ്പറുമാകാം. അതുപോലെ എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സുകൾ ആകാം, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇനി സയൻറ്റിഫിക് നൊട്ടേഷൻ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. 232.508 എന്നാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ വാല്യൂ ഈ N എന്ന് ഇപ്പോൾ 232.508 ആണ് തന്നിരിക്കുന്നത്. പക്ഷേ 200 അവിടെ എന്ത് വരണം, ആ നമ്പർ എത്ര വരണം? അവിടെ വരുന്നത് 1നും 10നും ഇടയ്ക്കാണ്. അപ്പോൾ 232 എന്നുള്ളത് ഞാൻ എന്താക്കുന്നു, 2.32508. അപ്പോൾ 232 നിന്ന് ഞാൻ എത്ര എടുത്തു കഴിഞ്ഞു? 2.32 എന്ന് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര സീറോസ് നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്? അതായത് 2.32508 × 100 ആണ്. അപ്പോൾ ആ 100ൻ്റെ സ്ഥാനത്ത് × 10⁻2 എന്നാക്കി. അപ്പോൾ നമ്മൾ 2.32508 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ 1 and 8 ആണ് നമ്പർ. അടുത്ത നെക്സ്റ്റ് താഴെ തന്നെ 0.000016 5 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 16 ആണ്. 1 കഴിഞ്ഞിട്ട് 16 കഴിഞ്ഞിട്ട് ഇടാൻ പറ്റില്ല, കാരണം 10 കൂടുതലാവും. അപ്പോൾ 1.6 × അപ്പോൾ എത്ര സീറോസ് വരുന്നുണ്ട്? യു ക്യാൻ സീ ദാറ്റ് 6 സീറോസ്. അപ്പോൾ 10⁻⁻ എത്ര വരുന്നു? 6 വരുന്നു. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന ആ നമ്പർ ഇൻ ബിറ്റ്വീൻ 1 and 10 ഇടയ്ക്കായിരിക്കണം. അതിന് ഇടയ്ക്കുള്ള അത്
ലെസ് ദാൻ വണ്ണിലുള്ള നമ്പറുകളായിരിക്കാം, ഗ്രേറ്റർ ദാൻ വണ്ണിലുള്ള നമ്പർ ആയിരിക്കാം. അതിനിടയ്ക്കുള്ള നമ്പറുകൾ എത്ര സീറോസ് വരുന്നുണ്ട് 10 to the power എന്ന രീതിയിൽ നമ്മളതിനെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതിനെയാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്? ഇത് നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതാണ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുണ്ടെങ്കിൽ ഓൾ ഡിജിറ്റ്സ് ഇൻ എ നമ്പർ ആർ കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് നമ്മൾ കൃത്യതയോടുകൂടി, ഒരു സെർട്ടൻറ്റിയോടുകൂടി നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഓബ്ജക്റ്റിന് മാസ് കണ്ടുപിടിക്കുന്നു. അത് 9.4 gram ആണ് തന്നിരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും കൂടെ കൃത്യതയുള്ള, ഇത്രയും കൂടെ ആക്യുറസിയുള്ള അനലിറ്റിക്കൽ ബാലൻസ് ഉപയോഗിച്ച് സെയിം ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു 9.421 gram. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ അനലിറ്റിക്കൽ ബാലൻസ് ഉപയോഗിച്ചപ്പോൾ വി ഗെറ്റ് ആഫ്റ്റർ ദ ഡെസിമൽ 3 digits നമുക്ക് തന്നത്. പക്ഷെ കോമൺ ബാലൻസ് ഉപയോഗിച്ചപ്പോൾ 9 ഡെസിമൽ നമുക്ക് ഒരു ഡിജിറ്റേ വരുന്നുള്ളൂ, 4 മാത്രം. അപ്പോൾ ഈ 4 എന്നുള്ളത് കൃത്യമാണോ? ഒരു എന്തിരുന്നു, ഒരു അൺസർട്ടൻറ്റി അതിൽ വരുന്നുണ്ട്. സോ ദ 4 ഈസ് വെദർ കറക്റ്റ് ഓർ നോട്ട്. കോമൺ ബാലൻസിന് 9.4 ആണ്. അപ്പോൾ അതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി, സെർട്ടൻറ്റി വരുത്താൻ വേണ്ടി എത്ര ഡിജിറ്റ്സ് നമ്മൾ എടുക്കേണ്ടത്? ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് രസാന്തരത്തിൽ, കെമിസ്ട്രിയിൽ ധാരാളം പരീക്ഷണങ്ങളും കൃത്യത വരുത്തേണ്ട ചില അളവുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ചില റൂൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റൂളുകൾ എന്ന് വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കുകയും അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് കൊടുക്കാം. റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഫസ്റ്റ് പറയുന്ന, നമുക്ക് തന്നിരിക്കുന്നൊരു ഫിഗറിൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 285 centimeter, 285 എല്ലാം നോൺ സീറോ ആണ്. സോ ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ 3. 0.25 ml, അതിൽ 2ഉം 5ഉം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. സോ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റ്സുകൾക്ക് ഇടയിലുള്ള സീറോസ് എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2.005. അപ്പോൾ ലെഫ്റ്റിൽ 2, റൈറ്റിൽ 5, അതിൻ്റെ രണ്ടിലിടയിലുള്ള സീറോസ് നമ്മൾ എന്തായാലും എടുക്കണം? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കണം. സോ അപ്പോൾ അതിൽ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് റൂൾ ഇതാണ്: സീറോസ് പ്രസീഡിങ് ടു ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സീറോസ് പ്രസീഡിങ് ടു ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ എവിടെയാണ് മുന്നിൽ വരുന്ന സീറോസിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതാവില്ല. ദാറ്റ് ഈസ് സീറോസ് ജസ്റ്റ് ബിഫോർ ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.03. അപ്പോൾ ആ 3 എന്ന നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ മുമ്പിലുള്ള സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്ത് 0.0052. അപ്പോൾ 5 എന്നതിൻ്റെ മുമ്പിൽ 3 സീറോസ് കൊടുത്തിട്ടുണ്ട്. സോ ദേ ആർ നോട്ട് significant figures. So it contains only 0.0052 contains only, we can see that contains only എത്രയാണ്? Only that is 2 significant figures. അടുത്ത ഇതിലെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ്, സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ. നാലാമത്തെ ഇത് 2 സബായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ് പ്രൊവൈഡഡ് ദേ ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഒരു സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ് പ്രൊവൈഡഡ് ദേ ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ ഡെസിമൽ. ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ അതിനെന്തായിട്ട് എടുക്കണം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തേ പറ്റൂ. ഫോർ എക്സാമ്പിൾ 0.200. അപ്പോൾ അതിൻ്റെ 2 എന്നതിന് 0.2 ശേഷം വരുന്ന ഡെസിമൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെസിമലിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 0.2 അതിന് ശേഷം വരുന്ന എത്ര സീറോ? 2 സീറോ ആണ്. അപ്പോൾ എത്രയാണ്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നേരെ മറിച്ച് തിരിച്ചാണെങ്കിലോ 0.002 ആണെങ്കിൽ ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഇത് റൈറ്റ് സൈഡിലാണ്. അടുത്ത, ബട്ട് ഇഫ് അതർവൈസ് ദ ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദർ ഈസ് എ നോ ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ അതൊന്നും നമുക്ക് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 ഹാസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കാരണം അതിൽ ഡെസിമൽ ഇല്ല. 100 ഡെസിമൽ ഇല്ല. സോ it contains only 1 significant figures. പക്ഷേ 100 100 പോയിന്റ് എന്ന ഡെസിമൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ how many significant figures are there? 3 significant figures are there.
100.0 എന്ന് പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ 100ന്റെ വേണമെങ്കിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? അതിൻ്റെ ഡെസിമൽ ഒന്നുമില്ല. സോ ഓൺലി 1. സോ 1 × 10⁻². 1 × 10⁻² എന്ന രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ 1.0 നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ്? ദാറ്റ് ഈസ് only 1 significant figures. 1.0 × 10⁻² എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ആ 100ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ദാറ്റ് ഈസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതായത് 100 പോയിന്റ് എന്ന രീതിയിൽ. അടുത്ത നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ നേരത്തെ മുകളിൽ കാണിച്ചല്ലോ 100.0. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1.00 × 10⁻³ എന്ന് നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്നത് 100 ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ. അതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ എങ്ങനെ എഴുതാം? 1 × 10⁻². ഇനി 100 പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ്? 2. വി ക്യാൻ സീ ദാറ്റ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1.00 × 10⁻³ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ ഓൾ ഡിജിറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സിഗ്നിഫിക്കൻറ്റ്. ഫോർ എക്സാമ്പിൾ 4.01 × 10⁻11. അപ്പോൾ 10⁻11 ആ ഈ ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. 10⁻ വരുന്ന നമ്പേഴ്സ് മൊത്തം കളയുക, ബാക്കി വരുന്നതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കുക സയൻറ്റിഫിക് നൊട്ടേഷനിൽ. അപ്പോൾ 4.01 എന്ന് പറയുമ്പോൾ 4നും 1നും ഇടയ്ക്ക് നോൺ സീറോ ഉണ്ട്, 0 ഉണ്ട്. സോ വി ക്യാൻ ടോട്ടലി ടേക്ക് ഇൻ ആസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 8.256 ഓൾ ആർ നോൺ സീറോസ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഈ റൂൾസ് ഹൗ ക്യാൻ ബി അപ്ലൈ ഇൻ ദി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് സാർ വളരെ സിമ്പിളായിട്ടുള്ളവരും കാണിച്ചു തന്നിട്ടുണ്ട്. അഡീഷൻ നമ്മൾ ഇപ്പോൾ 12.11, 18.0, 1.012 ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് 31.122. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ 31.122 വരുമ്പോൾ എത്ര ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ടോട്ടൽ എത്ര ഉണ്ട്? 5 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മൊത്തത്തിൽ എത്ര വരും? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 12.11, 18.0, 1.012. അപ്പോൾ 12.11 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 18.0 കാരണം ഡെസിമൽ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ്, അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 1.012 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പർ ആയിരുന്നു നോക്കുക. അതേതാണ്? അതാണ് ഞാൻ ഇത്തിരി ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് 18.0 ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടിലും എത്ര മതി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അപ്പോൾ 31.122 എന്നുള്ളത് 31.1 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയി. അടുത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരാം. 2.5 × 1.25 = 3.125 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിതിന് നോക്കുക, ഇതിൻ്റെ ഓരോന്നിനും 2.5ൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 1.25ൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈ രണ്ടെണ്ണത്തിൽ ഏതിനാണ് നോക്കുക? 2.5 ആണ്, അത് ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ 3.125ൽ നമുക്ക് എത്ര എണ്ണം മതി? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. സോ ദ റിസൾട്ട് വിൽ ബി 3.1 ആയിരിക്കും. അതുപോലെ തന്നെ ഡിവിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 12.258 ഡിവൈഡഡ് ബൈ 2.32. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണ്? 5.28362069. അപ്പോൾ നമ്മൾ അതിൽ ഈ ന്യൂമറേറ്ററിൽ 12.258 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഡിനോമിനേറ്ററായ 2.32 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ റിസൾട്ടിലും എത്ര മതി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അപ്പോൾ 5.28 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അടുത്ത് നമുക്ക് മൈനസിലേക്ക് വരികയാണെങ്കിൽ, സബ്ട്രാക്ഷനിലേക്ക് വരികയാണെങ്കിൽ 12.231 - 6.98. അപ്പോൾ നമുക്ക് വരുന്നത് 5.251. അപ്പോൾ അതിൽ ഈ 12.231 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 6.98ൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അപ്പോൾ നമ്മുടെ റിസൾട്ട് 5.25 എന്നായിരിക്കും അതിൻ്റെ റിസൾട്ട്. ഓക്കെ. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമ്മൾ പലപ്പോഴും 5ഉം 8ഉം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളതിന് നമുക്കതിൻ്റെ ലിമിറ്റ് ചെയ്യേണ്ട പല കേസുകൾ വരും. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ കേസിൽ നമുക്ക് അഡീഷണൽ കേസിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളത് 3ലേക്ക് ഒതുക്കി. അതുപോലെ തന്നെ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ധാരാളം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു, അത് നമ്മൾ 3ലേക്ക് ഒതുക്കേണ്ടി വന്നു. ഇതേപോലെ ഇങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോൾ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ അത് ലിമിറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ രണ്ടാമത്തെ ഡിജിറ്റ് വെച്ചാൽ, മൂന്നാമത്തെ ഡിജിറ്റ് വെച്ചാൽ, അതിന് തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ്സ്
5 5 കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂട്ടണോ കുറയ്ക്കണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത്, ഇഫ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ടു ബി റിമൂവ്ഡ് ഈസ് മോർ ദാൻ 5. ഏറ്റവും നമ്മൾ റിമൂവ് ചെയ്യുന്ന റൈറ്റ് മോസ്റ്റിലെ ഡിജിറ്റ് 5 കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള പ്രിസീഡിംഗ് നമ്പർ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1. 1 കൂട്ടേണ്ടി വരും. അപ്പോൾ ഏറ്റവും റൈറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് 5 കൂടുതലാണെങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് 1 ദ പ്രിസീഡിംഗ് നമ്പർ, തൊട്ട് മുമ്പിലുള്ള നമ്പർ 1 കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1.386, ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. നമ്മൾ 6 റിമൂവ് ചെയ്യാൻ പോവാണ്, അതിൻ്റെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കാൻ പോവാണ്. അപ്പോൾ 6 റിമൂവ് ചെയ്യുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ തൊട്ട് മുന്നിലുള്ള നമ്പർ അതിന് 6ൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ 8 ആണ്. സോ വി ഹാവ് ടു ഇൻക്രീസ് ബൈ 1. അപ്പോൾ 8 എന്നുള്ള എത്രയാവും? 9 ആവും. അപ്പോൾ 1.386 എന്നുള്ളത് 1.3 എത്രയായി? 9 ആയി. 1 കൂട്ടേണ്ടി വന്നു. ഇതാണ് 5 കൂടുതൽ വന്നത്. ഇഫ് ദ സെക്കൻഡ് റൂള്, ഇഫ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ടു ബി റിമൂവ്ഡ് ഈസ് ലെസ് ദാൻ 5, 5 കുറവാണെങ്കിൽ ദ പ്രിസീഡിംഗ് നമ്പർ ഈസ് നോട്ട് ചേഞ്ച്. തൊട്ട് മുമ്പിലുള്ള നമ്പർ എന്ത് ചെയ്യേണ്ട? ഒരു മാറ്റവും ഇല്ല. ഫോർ എക്സാമ്പിൾ 4.334, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 4 റിമൂവ് ചെയ്യണം. അപ്പോൾ 4 എന്നുള്ളത് 5 കുറവാണ്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള 3ക്ക് ചേഞ്ച് ഇല്ല, നോ ചേഞ്ച്. അപ്പോൾ റിസൾട്ട് വിൽ ബി എത്രയായിരിക്കും? 4.33 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ടു ബി റിമൂവ്ഡ് ഈസ് 5 ആണെങ്കിൽ ദ പ്രിസീഡിംഗ് നമ്പർ ഈസ് നോട്ട് ചേഞ്ച് ഇഫ് ഇറ്റ് ഈസ് ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആണെങ്കിൽ പ്രിസീഡിംഗ് നമ്പർ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ഇഫ് ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ തൊട്ട് മുന്നിലുള്ള നമ്പർ, അതായത് നമ്മൾ റിമൂവ് ചെയ്യുന്ന നമ്പർ 5 ആണ്, തൊട്ട് മുമ്പിലുള്ള നമ്പർ ഈവൻ ആണെങ്കിൽ, പ്രിസീഡിംഗ് നമ്പർ ഈവൻ ആണെങ്കിൽ ആ നമ്പറിന് ചേഞ്ച് ഉണ്ടാവില്ല. ഇനി നമ്മൾ പ്രിസീഡിംഗ് നമ്പർ ഓഡ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1. അത് 1 ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 6.35 ഇസ് ടു ബി റൗണ്ടഡ് ബൈ റിമൂവിങ് 5 നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ 5ൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ 3 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ അത് എത്രയാണ്? 1 കൂട്ടണം. അപ്പോൾ അത് 4 ആവണം. അപ്പോൾ സോ 6.35 എന്നുള്ളത് 6.4 ആവും. ഇനി 6.25 നമ്മൾ 5 റിമൂവ് ചെയ്യുന്നിരിക്കുക. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള 5ന് മുമ്പിലുള്ളത് ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ എന്ത് ചെയ്യേണ്ട? ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് അപ്പോൾ എത്ര വരും? റിസൾട്ട് എത്ര വരും? അപ്പോൾ 6.2 എന്ന് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ.